വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കിയതിൽ സഹകരണ വകുപ്പിന് അതൃപ്തി. ഒഴിവാക്കിയതിൽ സഹകരണ വകുപ്പിന് ആശങ്കയുണ്ടെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നാൽ കൊള്ളാമെന്ന് വകുപ്പിനുണ്ടോ? സഹകരണ മേഖലയ്ക്ക് ആശ്വാസമാകുന്ന പദ്ധതിയായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണമെന്നും ലിജു വ്യക്തമാക്കി. കൃത്യമായി സഹകരണ പ്രസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ സംഘങ്ങൾക്ക് അതിനുള്ള വിതരണത്തിനുള്ള അവകാശം കൊടുത്ത് ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് പാർട്ടിക്കാരനെ കൊണ്ട് ഏൽപ്പിക്കാതെ കൃത്യമായി ഇത് വിതരണത്തിലൊരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അത് കേരളത്തിൽ വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയേനെ. പക്ഷെ അതിന് പകരം ഉണ്ടായതെന്താണ്? സമ്പൂർണ്ണ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തൊട്ട് തലേ ദിവസവും വീടുകളിൽ ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചെന്നിട്ട് രാഷ്ട്രീയം പറയുകയും വ്യാജ പ്രചരണം നടത്താനുമൊക്കെയാണ് ഇത് വെച്ച് കഴിഞ്ഞ ഗവൺമെന്റ് ശ്രമിച്ചത്. അതിന്റെ തിരിച്ചടി പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അതിനുള്ള തിരിച്ചടി നൽകി. UDF തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. സഹകരണ മന്ത്രി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇത് കുറെയെങ്കിലും തുടരുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി പറ്റാത്തവർ ഏറ്റവും അവസരമായിരിക്കുന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നത് സഹകരണ മേഖലയ്ക്കും കൂടി ഗുണമാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. സഹകരണ വകുപ്പിൽ നിന്നും ഈ വിതരണം, അതായത് പെൻഷൻ വിതരണം, അത് ധനവകുപ്പിലേക്ക് മാറ്റാനും തുടർന്ന് വീടുകളിൽ എത്തിക്കുന്നത് ഒഴിവാക്കി ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നേരിട്ട് ഈ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പെൻഷൻ വേണ്ടവർക്ക് ലഭിക്കേണ്ടവർക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് തന്നെ ഇത് സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് വലിയ ഉപകാരമായി കരുതുന്ന നിരവധി പേർ ഇതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, ഒരുപക്ഷെ വലിയ തരത്തിൽ ആക്ഷേപം ഉയർന്ന സാഹചര്യം നേരത്തെ സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മന്ത്രി തന്നെ അത് തുടർന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ പ്രതികരണം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ അത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് പ്രശ്നമെന്നാണ് എം ലിജു ചൂണ്ടിക്കാണിക്കുന്നത്.